ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിന് പിന്നിൽ ആരാണ്? പ്രതി നാരായണദാസിനെ അറസ്റ്റ് ചെയ്തതോടെ പോലീസിന് അന്വേഷണം എത്തി നിൽക്കുന്നത് ബന്ധുവായ യുവതിയിലേക്കാണ്. ഷീലയുടെ മരുമകളുടെ സഹോദരിയാണ് വീട്ടിലെത്തി ബാഗിലും സ്കൂട്ടറിലും വ്യാജ LST സ്റ്റാമ്പ് വെച്ചത്. നാരായണദാസിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കാലടി സ്വദേശിനി ലിവിയ ജോസിനെ കേസിൽ രണ്ടാം പ്രതിയാക്കി. 2 വർഷം മുൻപ് ദുബായിലേക്ക് കടന്ന ലിവിയയെ തിരിച്ചെത്തിക്കാൻ അന്വേഷണ സംഘം നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയായ ലിവിയ ജോസാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കാലടി സ്വദേശി ലിവിയ ജോസിന് ഷീല സണ്ണിയോടുള്ള വൈരാഗ്യമാണ് വ്യാജ ലഹരി ബാഗിൽ വെക്കുന്നതിന് കാരണമായത്. വ്യാജ LST സ്റ്റാമ്പ് സംഘടിപ്പിച്ച് ഷീല സണ്ണിയുടെ സ്കൂട്ടറിലും വെച്ചത് ലിവിയ ജോസ് ആണെന്നും താനും ലിവിയയും സുഹൃത്തുക്കളാണെന്നും മുഖ്യപ്രതി നാരായണദാസ് മൊഴി നൽകി. ഇതിന് പിന്നാലെ കേസിൽ യുവതിയെ രണ്ടാം പ്രതിയാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായും കുടുംബപരമായും ഷീലയുമായി ലിവിയയ്ക്കും കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷീലയെ കൊടുക്കാൻ തീരുമാനിച്ചത്. നാരായണദാസുമായി ചേർന്ന് ലിവിയ ബംഗളൂരുവിൽ നിന്നാണ് വ്യാജ LST സ്റ്റാമ്പ് എത്തിച്ചത്. സംഭവം നടക്കുന്ന 2023 ഏപ്രിൽ 27 തലേന്ന് ലിവിയ ഷീലയുടെ വീട്ടിലെത്തി. ബാഗിലും സ്കൂട്ടറിലും സ്റ്റാമ്പ് വെച്ചു. അന്ന് തന്നെ ഇരിങ്ങാലക്കുടയിലെ എക്സൈസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് നാരായണദാസ് ചാലക്കുടിയിലെത്തി ഷീലയുടെ വരവും പോക്കും വിശദമാക്കി. തുടർന്നായിരുന്നു ബ്യൂട്ടി പാർലറിലെയും സ്കൂട്ടറിലെയും പരിശോധന. തൊട്ടടുത്ത ദിവസം 27-ന് ഷീലയെ എക്സൈസ് സംഘം പിടികൂടുമ്പോഴും ലിവിയയും നാരായണദാസും ചാലക്കുടിയിലുണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പനയെന്നും പാർലറിലെത്തുന്ന യുവതികളെയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും എക്സൈസ് വ്യക്തമാക്കിയിരുന്നു. സ്റ്റാമ്പുകൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായ വിവരമാണ് ലഭിച്ചതെന്ന് എക്സൈസ് പറയുന്നു. ബാഗ് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ ചെറിയൊരറയിൽ 12 സ്റ്റാമ്പുകൾ കണ്ടു. ഇതോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നും സ്റ്റാമ്പുകൾ കാക്കനാട് റീജിയണൽ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചെന്നുമായിരുന്നു എക്സൈസ് വിശദീകരണം. പിടിച്ചെടുത്തത് വ്യാജ ലഹരിയാണെന്ന് തെളിഞ്ഞത് 72 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമായിരുന്നു. പിന്നീട് മാർച്ച് 7-ന് ഗൂഢാലോചന അന്വേഷണം കൊടുങ്ങല്ലൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തു. അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ലിവിയ ദുബായിലേക്ക് കടന്നിരുന്നു. നാരായണദാസിന്റെ അറിവോടെയാണ് ലിവിയ രാജ്യം വിട്ടതെന്നാണ് സൂചന. ന്യൂസ് 18 തൃശൂർ.